أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്നലെ ഫാത്തിഹയുടെ മീനിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അഊദുവിന്റെ മീനിങ് അറിയാം, ബിസ്മിയുടെ അറിയാം, അൽഹംദു അറിയാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അറിയാം, അർ റഹ്മാൻ റഹീം അറിയാം. അല്ലേ? ശരിയല്ലേ? ഞാൻ ചോദിക്കാൻ പോവാണ്. ആദ്യം ചോദിക്കുന്നത് ജാസിലിനോട്. ജാസിലെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മീനിങ് എന്താ? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിന്റെ ഓക്കെ, ഗുഡ് വൺ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹറ. ബിസ്മില്ലാ. അള്ളാഹുവിന്റെ ഇസ്മിനോടൊപ്പം ബിസ്മില്ലാ റഹ്മാൻ റഹീം. റഹ്മാൻ റഹീമിന്റെ മീനിങ് അറിയില്ല? അല്ലാഹ് റഹ്മാൻ അല്ലേ, റഹീം അല്ലേ? മഹ്ഫൂസ് പറഞ്ഞോ. The most gracious and the most merciful. merciful. അള്ളാഹു കാരുണ്യവാനാണ്, വീണ്ടും കരുണ ചെയ്യുന്നവനും ആണ്. അള്ളാഹുവിന്റെ ഓൾറെഡി കാരുണ്യത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്, അല്ലെ? ഓൾറെഡി അള്ളാഹിന്റെ കാരുണ്യം, അള്ളാഹ് തന്ന ഒരുപാട് നിഅമത്തിലാണ് നമ്മളുള്ളത്. ഉപ്പ ഉണ്ട്, ഉപ്പ ഇല്ലാത്തവരുണ്ടോ ഇതില്? ഉണ്ടാവാം. ഉമ്മ, പാരൻസിനെ അള്ളാഹ് തന്നു. അതുപോലെ തന്നെ ഒരുപാട് നിഅമത്തുകൾ അള്ളാഹ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്ന, ഭക്ഷണം ഇല്ലാത്തവര് ഒരുപാടുണ്ട്. അപ്പോൾ അള്ളാഹ് ഓൾറെഡി നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നു, റഹ്മത്ത് തന്നു. ഇനി റഹീമുമാണ്, റഹ്മാൻ റഹീം. ഇനി അടുത്ത ആയത്ത് മാലിക് യൗമിദ്ദീൻ. ആരാ പറയാ മീനിങ്? മാലിക് യൗമിദ്ദീൻ. റിസ്വാൻ. പ്രതിഫല ദിവസം. പ്രതിഫല ദിവസം. നിങ്ങളെ ഉപ്പാക്ക് സാലറി കിട്ടുന്ന ഏത് ദിവസമാണ്? നിങ്ങൾക്ക് അറിയോ? അറിയുന്നവർ കൈവക്ക്. സാലറി ഡേറ്റ് അറിയില്ല. സാലറി ഡേറ്റ് നോർമലി ഒരു മന്തിന്റെ തുടക്കത്തിലായിരിക്കും, കഴിഞ്ഞ മാസത്ത് കിട്ടുക. സാലറീഡ് പാരൻസിന്റെ ആവുമ്പോൾ, ബിസിനസ് അല്ല, സാലറി ഉള്ളവര്. എല്ലാറ്റിനും റിവാർഡ് ഉണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിനും അള്ളാന്റെ അടുക്കല് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ അള്ളാന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം തരുന്നതിനൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് എന്നാണ് ഈ മാലിക് യൗമിദ്ദീൻ? മാലിക് യൗമിദ്ദീൻ എന്നാണ്? സേറ എന്നാണ്? ഖബറിലാണ് മാലിക് യൗമിദ്ദീൻ എന്നാണ് സേറ പറയുന്നത്. റിസ്വാൻ എന്താ പറഞ്ഞേ? റിസ്വാൻ എല്ലാം പറയുന്നുണ്ട്, പക്ഷേ ഡേ ഓഫ് ജഡ്ജ്മെന്റ് ആണ് മാലിക് യൗമിദ്ദീൻ അതിന്റെ മീനിങ്. പക്ഷെ അത് എന്നാണ്? അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു ആലം അതിന്റെ ഡേറ്റ്.
അത് 2030 എന്ന് വിചാരിക്കുക സപ്പോസ്. ആ ഡേറ്റ് ആർക്കാണ്? അള്ളാഹ്ക്കാണ് അറിയാം. നമുക്കാർക്കും എന്നാണ് ലോകം അവസാനിക്കുക എന്ന് നമുക്കാർക്കും അറിയില്ല. റൈറ്റ്? ബട്ട് അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ ലോകത്ത് എല്ലാ മനുഷ്യന്മാരും മരിച്ച ശേഷമാണ്. നമ്മൾ എല്ലാവരും ഹയാത്തോടെ നിൽക്കുന്ന സമയത്തല്ല അത് ഉണ്ടാവുന്നത്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ലോകത്തിന് ശേഷമാണ്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് മാലിക് യൗമിദ്ദീനെ പറ്റി പറയുമ്പോൾ മറ്റൊരു ലോകത്തെ പറ്റി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത്, സ്വർഗം നരകം. ഇന്നലെ വന്നവരൊന്ന് കൈപൊക്കി, ഇന്നലെ ക്ലാസ്സിൽ ഇരുന്നവര് സ്വർഗവും നരകത്തെ പറ്റി ഇന്നലെ പറഞ്ഞു. ഓക്കെ. സ്വർഗത്തിനും നരകത്തിനും മുമ്പ് മരിച്ച ആൾക്കാർ എവിടെ ആയിരിക്കും? മരിച്ചാൽ ആദ്യം എങ്ങോട്ടാ നമ്മളെ കൊണ്ടുപോവാ? നസീൻ മുഹമ്മദ്, മരിച്ചാൽ എങ്ങോട്ടാ കൊണ്ടുപോടാ? വിചാരണ ചെയ്യാന്. മരിച്ച നേരെ വിചാരണ ചെയ്യാൻ കൊണ്ടുപോ. വിചാരണ എല്ലാറ്റിനും പ്രൊസീജിയർ ഇല്ലേ? LKG കഴിഞ്ഞിട്ട് UKG അല്ലെ? UKG കഴിഞ്ഞിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മളിപ്പോ ജീവിക്കണ് അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ ആദ്യം എങ്ങോട്ട് പോകുന്നു? ആ പറഞ്ഞോ ദിയ. ഖബറിലേക്ക് നമ്മുടെ ശരീരം പോകുന്നു അല്ലെ? ബോഡി ഖബറിലേക്ക് പോകുന്നു. നമ്മൾ പോകുന്നതിന്റെ സ്ഥലത്തിന്റെ പേര് ബർസഖിയായ ഒരു ജീവിതം എന്ന് പറയും. ബർസഖിയായ ജീവിതം എന്ന് പറഞ്ഞാല്, ഇന്നലെ രാത്രി സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി സ്വപ്നം കണ്ടവരൊക്കെ എണീറ്റുന്നേ. അല്ല, എണീറ്റിക്കല്ലേ, കൈ പൊക്കിയേ. ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. എന്ത് ഇഷാനെ സ്വപ്നം കണ്ടത്? ഒന്നുമില്ല, ഞാന് അത് പറയാൻ പറ്റൂല. അങ്ങനത്തെ സ്വപ്നം പേടിപ്പെടുത്തുന്ന? അല്ല. ഹാപ്പിയാ? ഹാപ്പി നിങ്ങൾക്ക് തമാശക്കാരം. എന്നാ പറയാൻ പറ്റാത്തൊന്നും ഇവിടെ പറയണ്ട അല്ലേ? ഓക്കെ. പറയാൻ പറ്റുന്ന എന്താ ഡ്രീം? മഹ്ഫൂസ് എന്താ കണ്ടത്? എന്താ പറയാ, ഒരു ദിവസം ഒന്നല്ല, ഓടിപ്പോന്നേന് അന്നേരം പെട്ടെന്ന് വീണ്, അന്നേരം എണീച്ചു. അത്രേ ഉള്ളൂ സ്വപ്നം. വീണപ്പോ എണീറ്റു. അപ്പൊ തന്നെ കട്ടുമെന്ന് താഴോട്ട് വീണിട്ടുണ്ടാവും അല്ലെ? അപ്പോഴായിരിക്കും എണീക്കുക. ഇങ്ങനെയാണ് അധികം സ്വപ്നങ്ങൾ ഉണ്ടാവുക. സ്വപ്നം കണ്ടവരൊക്കെ കൈപോക്ക്. കണ്ടത് ഓർമ്മയുള്ളവർ കൈപോക്ക്. കണ്ട സ്വപ്നം ഓർമ്മയുള്ളവർ. അയാന് എന്താടാ കണ്ട്? ഞാൻ എന്റെ ഫ്രണ്ട്സ് പള്ളിയിൽ പോയിട്ട് ആടുന്ന പോലെ പൊട്ടത്തരം കളിക്കുന്നത്. പൊട്ടത്തരം എന്ന് പറഞ്ഞാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഇതാക്കിട്ട് തമാശക്ക്. പള്ളിയിൽ പോയിട്ട് തമാശ കളിക്കുന്നത്. പള്ളിയിൽ നിന്നാണ് കളിയൊക്കെ അല്ലേ? ഓക്കെ. പിന്നെ നസീൻ എന്താ കണ്ടത്? ഞാന് വേറൊരാളെ അക്കൗണ്ട് ഹാക്ക് ചെയ്യണത്. അല്ലോ, ഇത്ര കുഞ്ഞു പ്രായത്തില് അക്കൗണ്ട് ഹാക്ക് ചെയ്യണമൊക്കെ. കാരണം അത് കക്കുന്നത് അല്ലേ? അതിന് കളവ് മോഷണം എന്നല്ല ഞാൻ ആദ്യമായിട്ട് പറയാ അല്ലേ? ഓക്കെ. അതങ്ങനെയുള്ള തോട്ട്സ് നമ്മളിൽ ഉണ്ടാവരുത് കേട്ടോ. നമ്മള് മറ്റുള്ളവരുടെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുന്നത് ഇതിനെ. നമ്മുടെ മനസ്സിൽ എപ്പോഴും മറ്റുള്ളവരുടെ അനർഹമായിട്ടുള്ള ഒന്നും എനിക്ക് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതിൽപ്പെട്ട ഒരു വീഡിയോ ഇപ്പൊ അടുത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ മക്കൾക്ക്, 2-3 കുട്ടികൾക്ക് പാത്രത്തിൽ ഇങ്ങനെ സ്വീറ്റ്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീഡിയോ കണ്ടവർ കൈപ്പൊക്ക്. നിങ്ങൾ ഈ ട്രെൻഡിലൊന്നും ഇല്ലേ ഇപ്പൊ? നിങ്ങളെ ഗെയിമിന്റെ ലോകത്ത് തന്നെ ഇപ്പോഴും ഉള്ള. ഓക്കെ. കുറെ പാത്രത്തിൽ ഇങ്ങനെ മിഠായി, ചോക്ലേറ്റ്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കും. എല്ലാ പാത്രത്തിലും ചോക്ലേറ്റ് ഉണ്ടാവില്ല. ഒന്നിൽ എക്സ്ട്രാ 2 ഉണ്ടാവും. അപ്പൊ എല്ലാവരും തുറന്നു നോക്കും. അപ്പം ഈ ചെറിയ കുട്ടികളായിരിക്കും, വളരെ കുഞ്ഞു മക്കളോ അല്ലെങ്കിൽ ചെറിയ 2-3 വയസ്സുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അവരിങ്ങനെ നോക്കും, അനിയന് കിട്ടിയില്ല എന്ന്. അപ്പോൾ ആ കുട്ടി നല്ല കുട്ടിയാണെങ്കിൽ ഒന്നെടുത്ത് മറ്റേ അനിയന് കൊടുക്കും. ഇതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പിന്നെ വീഡിയോ. അപ്പൊ ഇങ്ങനെ പല പേരൻസ് അത് ഇങ്ങനെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കാണാം. അപ്പൊ അതിലൊരു ഒരു സീരിയസ് ആയ മാറ്റർ ഉണ്ട്, സീരിയസ് ആയ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളെ മക്കൾക്ക് എല്ലാവർക്കും ഒരേപോലെ വേണം കൊടുക്കാൻ. പാരൻസ് ഒരാൾക്ക് എക്സ്ട്രാ ഒന്നും കൊടുക്കാൻ പാടില്ല.
അത് നീതിയാണ് അല്ലെ? അതുപോലെ വേറൊരാളുടെ റൈറ്റ്, വേറൊരാളുടെ അവകാശം നമുക്ക് വേണ്ട എന്നതാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല, ആരുടെ ആവട്ടെ. പ്രതിഫല ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ലോകമുണ്ട് ഈ ലോകത്ത്? എത്ര ലൈഫ് നമ്മൾ കാണണം? നമ്പർ 1, നമ്മൾ ഉമ്മാന്റെ വയറ്റിന് മുമ്പുള്ള ലോകം. നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ മറുപടി പറ. ഉമ്മയുടെ വയറ്റിന്റെ ഉള്ളിലുള്ള 10 monthsന്റെ മുമ്പുള്ള ഇയർ. ഇപ്പൊ നിങ്ങൾ ജനിച്ച വർഷം 2000 ആന്ന് വിചാരിച്ചോ? 2000 ആയിരിക്കില്ലല്ലോ. 95 ആന്ന് വിചാരിച്ചോ? 1995 നിങ്ങൾ ജനിച്ചതെന്ന് വിചാരിച്ചോ? നിങ്ങളെ ബർത്ത് ഇയർ 1994 നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. സ്ഥിരം പൊങ്ങുന്ന കൈകളല്ലാതെ പുതിയ കൈകളെയാണ് ഞാൻ നോക്കുന്നത്. പുതിയ കരങ്ങൾ, പുതിയ കൈകൾ. ഹംദാൻ പറ, പറ. അറിയില്ല. പിന്നെ ആർക്കറിയാം? എവിടെയായിരുന്നു? ദിയ ഫാത്തിമ. അള്ളാഹുവിന്റെ അടുത്ത അള്ളാഹുവിങ്കൽ. ആ ലോകത്തെ പറ്റി നമുക്ക് എവിടെയെന്ന് അറിയില്ല, ലൊക്കേഷൻ നമുക്കറിയില്ല. പക്ഷെ അതിന് ചില കിതാബുകളിൽ പിന്നെ പറയപ്പെട്ടത് ആലമുൽ അർവാഹ് എന്നാണ്, റൂഹുകളുടെ ലോകം. നിങ്ങളെന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ആൻഡ് മാറ്റർ ആണ് അല്ലെ? ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനാണോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഞാനെന്ന് പറഞ്ഞാൽ ഞാനാണോ? അപ്പം ഒരു ദിവസം നാളെ ഇപ്പം നിങ്ങളെ വാട്സപ്പിൽ ഒന്നും മെസ്സേജ് വരുന്നില്ല, മറ്റന്നാളും വരുന്നില്ല. പിറ്റേന്ന് ഒരാൾ വിളിച്ചു ചോദിക്കും, എന്താ ഉസ്താദെ വരാത്ത? അപ്പം നിങ്ങൾ അറിയും ഉസ്താദ് മരിച്ചിരിക്കണു. അപ്പൊ എന്താണ്? അപ്പം ഞാനാരാണ്? ഞാനെന്ന് പറഞ്ഞ റൂഹാണ്. മനസ്സിലായോ? നിങ്ങളിങ്ങനെ കൈ കാണിച്ചേ. ഈ കൈ കാണിക്കുന്നത് ആരാണ്? നിങ്ങളല്ല. മനസ്സിലായില്ല? അതായത് നമ്മൾ രണ്ടെണ്ണമാണ്. ഓക്കെ, നമുക്ക് 2 പേരുകളുണ്ട്. ഒന്ന് ഇപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ജാസില്, ആത്തിഫ്, റാസി, ഇഷാന്, ഫാത്തിമ, ഇങ്ങനെ വരുന്ന ഈ പേരാണ് ഒന്ന്. അതാണ് ഈ കാണുന്ന കണ്ണും മൂക്കും ഒക്കെ ഉള്ള ഈ മനുഷ്യന്മാര്. ഇതാണ് നമ്മൾ ഒരു ഭാഗം. ഇത് മണ്ണാവും, ഷുവർ അല്ലേ? വിത്തിൻ 50 years, 60 years, 70 years, അതിൽ സംശയമൊന്നുമില്ല, മണ്ണാവും. ശരിയല്ലേ? നമ്മൾ മണ്ണാണ്, മണ്ണാവും. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് മണ്ണിലാവും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള റൂഹ് എന്ന് പറയുന്ന ആ റൂഹ് അങ്ങെടുത്താൽ നമ്മൾ തീർന്നില്ലേ? റൂഹ് എടുത്താൽ പോയി. മൊബൈല് അതിൽ റേഞ്ച് കിട്ടിയില്ലെങ്കിൽ പോയി, മൊബൈലില് വൈഫൈ ഇല്ലെങ്കിൽ പോയി എന്ന പോലെ, അതില് ചാർജ് ഇല്ലെങ്കിൽ അത് തീർന്നു, ഡെഡായി എന്ന പോലെ നമ്മുടെ ശരീരത്തിൽ തൽക്കാലത്തേക്ക് ഉള്ള ഒരു റൂഹുണ്ട്. ഈ റൂഹുകളുടെ ഒരു ലോകത്തായിരുന്നു 1ാം ലോകം. മനസ്സിലായില്ലേ? 2ാമത്തെ ലോകം ഉമ്മാന്റെ വയറ്റില്, 3ാമത്തെ ലോകം ഇപ്പൊ, ഇത് 3rd വേൾഡ്. അപ്പൊ 1ാമത്തെ ഏതാണ് റാസി? റൂഹുകളുടെ ഒരു ലോകത്തായിരുന്നു നമ്മൾ, റൈറ്റ്? അവിടുന്ന് നമ്മൾ 2ാം ലോകത്തെ വയറ്റിന്റെ ഉള്ളിൽ എത്തി, 3ാം ലോകത്ത് നിർത്തുന്നു. എന്നിട്ട് ചില നാട്ടിലുള്ള മനുഷ്യന്മാര് പറയാണ് 4ാം ലോകം ഇല്ലാന്ന്. 1ഉം 2ഉം ലോകം കഴിഞ്ഞ് തിരിച്ച് 3ാമത്തെ ലോകത്തിൽ എത്തിയിട്ട് പറയാ ഇനി 4ാമത്തതില്ല എന്ന്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പറഞ്ഞോട്ടെ, ആർക്കൊന്നും പറയാലോ. എന്നിട്ട് 4ാമത്തെ ലോകമാകുന്ന ബർസഖി ലോകം, ബർസഖ്, അവിടേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. നെക്സ്റ്റ് പോകേണ്ടത് എവിടെയാണ്? ബർസഖ്. അവിടേക്ക് നമ്മൾ എങ്ങനെ പോവാ? ഗ്രൂപ്പായിട്ടാണോ ഒന്നിച്ചാണോ പോവാ? എങ്ങനെ പോവാ? ഒറ്റക്കാണ്, സിംഗിൾ ആയിട്ടാണ് പോവാ, ആരും ഉണ്ടാവില്ല. ഓക്കെ. ഖബറിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഖബർ കണ്ടവര് കൈവക്കെ. നമ്മൾ മാലിക് യൗമിദ്ദീൻ എന്നുള്ള ആയത്ത് പറയണമെങ്കിൽ നമുക്ക് ഇത്രയും പറഞ്ഞു പോകണം. ഖബർ കണ്ടവര്, ഖബറിൽ മണ്ണ് വാരിയിട്ടവര്, 3 പിടി മണ്ണ് വാരിയിട്ടിട്ടുണ്ടോ? ആരെങ്കിലും മരിച്ച സമയത്ത് ഖബറിലേക്ക് നോക്കിയവര്, ഖബറിലേക്ക് ഇറങ്ങിയവര് ആരുണ്ടാവില്ല. ഇഷാന ഇറങ്ങിയടാ, കള പറയരുത്. റമദാൻ മാസം കള പറയാ. മൈൻക്രാഫ്റ്റില്
എന്താ ചെയ്യാ? അത് പറഞ്ഞ അതിലേക്കാട്ട് വീണ് പോകും, അതാ പ്രശ്നം. പക്ഷെ ഗെയിം കളിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കളിച്ചോ, ഓവർ ആവരുത് എന്നേ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾ കുറച്ച് പ്രായമായാൽ നിങ്ങൾക്ക് ഇതൊന്നും കളിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാ ഈശാനെ? ഏ കുറച്ച് പ്രായം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഗെയിം ഒന്നും കളിക്കില്ല. അതിന്റെ കാരണം എന്താ? നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ ആ വലുതായില്ലേ. രണ്ട് റീസൺ ആണ്. ഒന്ന്, നമ്മൾ വെരി ബിസി ആയിരിക്കും ഇനി അങ്ങോട്ട്. ഒരു 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ പിന്നെ ബിസിയാണ്. 8ാം ക്ലാസ് വരെ ശരിക്ക് കളിച്ചോ, എൻജോയ് ചെയ്തോ. എന്നിട്ട് ഫുൾ ടൈം ഭ്രാന്തായി നടക്കണം എന്നല്ല പറയുന്നത്. മാക്സിമം കളിക്കാനുള്ള കളിയൊക്കെ 8ാം ക്ലാസ് കഴിഞ്ഞാൽ 9th, ഇപ്പൊ 10th ബോർഡ് എക്സാം ആണ്, 9th ഫുള്ള് പഠിക്കാനുണ്ട്, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ടീച്ചേഴ്സും ആകെ ഇടങ്ങാറായിരിക്കും പിന്നെ അങ്ങോട്ടുള്ള ലൈഫ്. പിന്നെ +1 +2 സ്റ്റഡി സ്റ്റഡി സ്റ്റഡി, എൻട്രൻസ്, ഡിഗ്രി, PG, ജോലി, വീടുണ്ടാക്കല്, കല്യാണം കഴിക്കല്, മക്കള്, മരണം കഴിഞ്ഞ്. അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന 8ാം ക്ലാസ് വരെയുള്ള പ്രായമാണ് നമുക്ക് കളിക്കാനൊക്കെ പറ്റുക. നന്നായിട്ട് ഓടി കളിച്ചോ, വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങിയുള്ള സമയം കളയണ്ട. റൈറ്റ്? എന്നാലാവട്ടെ ഗെയിം ഓവറായും ചെയ്യണ്ട. ഗെയിം ആവട്ടെ, അത് നമുക്കൊരു ടോപ്പിക് തന്നെയാണ്. ഒരു ദിവസം നമുക്ക് ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കീറി ഓരോ ഗെയിമിന്റെയും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിരുന്നു. റൈറ്റ്? അത് പോട്ടെ. അപ്പോൾ ഈ 1ാം ലോകം കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4ാമത്തെ ഇപ്പൊ പറഞ്ഞു ബർസഖിയായ ജീവിതം. റൈറ്റ്? ബർസഖ് ജീവിതത്തെ പറ്റി നിങ്ങൾ ഖബർ കണ്ടു എന്ന് പറഞ്ഞില്ലേ? മരിച്ച ആള് ഖബറിലാണോ ഉണ്ടാവുക, ഖബറിന്റെ ഉള്ളിൽ സ്ലാബിന്റെ അടിയിൽ ഉണ്ടാവുക? മരിച്ച ആള് മണ്ണിന്റെ അടിയിൽ കുഴിയിലാണോ ഉണ്ടാവുക? എവിടെ ഉണ്ടാവുക? മഹ്ഫൂസ്, മണ്ണിന്റെ അടിയിൽ. മണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്ന. അപ്പോ കത്തിച്ചു കളഞ്ഞാലോ? ഇപ്പം ഹിന്ദുക്കളൊക്കെ കത്തിച്ചു കളയല, ഓല് മണ്ണിന്റെ അടിയിൽ ഉണ്ടാവുക? ഓലിങ്ങനെ വായുവിലൊക്കെ ഇങ്ങനെ നടക്കലാണ് ഓക്സിജനായിട്ട്. ഈ വെള്ളത്തിൽ ഒഴുക്കി കളയുന്നവരുണ്ട്, വെള്ളത്തിൽ മീനൊക്കെ തിന്ന് അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, വെള്ളത്തിൽ ഒഴുക്കി കളയുന്നവര്. അപ്പൊ പുഴയിലാണ് ഉണ്ടാവുക. എവിടെയാണ് ആഫ്റ്റർ ഡെത്ത് മനുഷ്യന്മാരുണ്ടാവുക? ആർക്കറിയാം? ആർക്കറിയാം സത്യം? ഷെസാദ് പറ, പറ. നീയല്ലേ റേസ് ചെയ്തത്? വെറുതെ റേസ് ചെയ്യുന്നതാണ്. ഓക്കെ. ദിയ, അള്ളാന്റെ അടുത്താ. നീയാണോ നേരത്തെ അള്ളാന്റെ അടുത്ത് പറയുന്നത്? എന്ത് ചോദിച്ചാൽ അള്ളാന്റെ അടുക്കല. അള്ളാവിടെ കാത്തിരിക്കുക നമ്മളെ. അള്ളാന്റെ അടുക്കൽ എത്തണൊക്കെ യോഗ്യത വേണം. അതിന് പറ്റിയ ആൾക്കാരെ അള്ള അങ്ങോട്ട് അടുപ്പിക്കുള്ളൂ, അങ്ങനത്തെ സ്വഭാവമുള്ളവരെ. ഓക്കെ? നല്ല മനുഷ്യന്മാരെ മാത്രമേ അള്ളാന്റെ അടുക്കലേ അടുപ്പിക്കുള്ളൂ. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ നല്ല മനുഷ്യന്മാരെ ആരാന്നുള്ളത്. നമുക്കാരും കണ്ടുപിടിക്കാനും കഴിയില്ല, അത് വേറെ കാര്യം. എവിടെയായിരിക്കും ജൗഹറെ? നേരെ മഹ്ശറല്ലേ? മഹ്ശറൊക്കെ അടുത്ത സീനാണ്, അടുത്ത സ്റ്റേജാണ്. മഹ്ശറയിലൊക്കെ നടക്കണേ എല്ലാരും അവിടെ എത്തണം. എല്ലാരും അവിടെ ഉണ്ടാവും മഹ്ശറയില്. പറഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും നെയ്മറും ഒക്കെ ഉണ്ടാവും അവിടെ മഹ്ശറയിൽ. എല്ലാരും ഉണ്ടാവും. നമുക്ക് അവിടുന്ന് എല്ലാവരും കാണാം. സെൽഫി ഒക്കെ അവിടുന്ന് എടുക്കാം അല്ലെ എന്നാണ് ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവിടുന്ന് ആരും സെൽഫി എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല. അന്ന് സെൽഫ് എന്താവും എന്നുള്ള കാര്യമായിരിക്കും അല്ലെ? സെൽഫി തന്നെ, എല്ലാവരും സെൽഫിഷ് ആയിരിക്കും. സെൽഫി എടുക്കാനൊന്നും ആർക്കും നേരം ഉണ്ടാവില്ല. അപ്പൊ അവിടെ മരിച്ചു കഴിഞ്ഞ ആളുടെ ആത്മാവ്, സോൾ, അവിടെ സ്പിരിറ്റ്, ഉള്ളിലുള്ള ആത്മാവ് വേറൊരു ലോകത്താണ്. ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന ലോകം നിങ്ങളുടെ ഡ്രീം വേൾഡ് തന്നെയാണ്. നിങ്ങൾ രാത്രി ഉറങ്ങിയാൽ നിങ്ങൾ എവിടെ ഉണ്ടായാലും അവിടെ ആയിരിക്കും. റൈറ്റ്? പിന്നെ ഒരാളെ വിളിച്ചോണത്തുമ്പോൾ അങ്ങനെ ഞെട്ടിയണിക്കില്ലേ? ഞെട്ടിയണിക്കണില്ലേ? അപ്പൊ ആ റൂഹ് തിരിച്ചു വരികയാണ്. മനസ്സിലായ? എവിടെയാണല്ലോ ആ സ്ഥലത്തും തിരിച്ച് ബോഡിയിൽ എത്തുകയാണ്. അത് വന്നില്ലെങ്കിലോ നിങ്ങളെ പേര് മാറി. പിന്നെ നിങ്ങളെ പേരെന്താവും? മയ്യത്ത്. സമയമുണ്ടോ? ഞാൻ പണ്ട് പറഞ്ഞ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. ധൈര്യമുള്ള ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ, നല്ല ഈ ഗ്രൂപ്പിൽ ഏറ്റവും ധൈര്യമുള്ള ഒരു ആൺകുട്ടി, പെൺകുട്ടികൾ വേണ്ട, പെൺകുട്ടികൾ ചിലപ്പോൾ രാത്രി പേടിച്ച് കരയൊക്കെ ചെയ്യും സ്റ്റോറി കേട്ടാൽ. പേടിയുള്ളവരൊക്കെ സൂമിന്ന് ലീവ് ചെയ്ത് പോയിക്കോളി, അല്ലെ ചെവി ഇങ്ങനെ പൊത്തി പിടിച്ചിരുന്നു കേട്ടോ, കേൾക്കണ്ടേ? പേടിപ്പെടുത്തുന്ന കാര്യമാണ് പറയാൻ പോണ്. ആർക്കാ നല്ല ധൈര്യമുള്ളത്? പിന്നെന്തിനാ അൺമ്യൂട്ട് ചെയ്ത്? നീ കൈ പൊക്കിയിട്ട്. എനിക്കാണോ ധൈര്യമുള്ളത്? ശരി, നീ കരയോ പിന്നെ? ഇല്ല. ഉറപ്പാണല്ലോ അല്ലെ? ഉറപ്പ്. ശരി. ഞാൻ ഇഷാനെ വെച്ചിട്ട് ഒരു ചെറിയ കാര്യം പറയാൻ പോവാണ്.
ഓക്കെ, ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും പേടിച്ച് കരയേ അല്ലെങ്കിൽ സങ്കടപ്പെടുകയൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊരു ജസ്റ്റ് ഇമാജിനറി സ്റ്റോറിയാണ്. ഓക്കെ, ഇന്ന് ഇഷാന് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവനക്ക് തോന്നി കുറച്ചേരം കൂടെ മൈൻക്രാഫ്റ്റ് കളിക്കണം എന്ന് തോന്നി. അവൻ മൈൻക്രാഫ്റ്റ് കളിച്ചു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ കളിക്കുമ്പോൾ അവന്റെ ബാക്കോട് ആരെ പോകുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യാം. അവന് പെട്ടെന്ന് എന്തോ ഒരു ഫീലിങ്സ്, അവന്റെ സാധാരണ ഗെയിം കളിക്കുന്ന പോലെയല്ല, അവനക്ക് ഒരു ലോൺലിനെസ് ഒക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. വേഗം കമ്പ്യൂട്ടറൊക്കെ ഓഫ് ചെയ്ത് അവനക്ക് ഇങ്ങനെ ക്ഷീണം പോലെ തോന്നി, വെള്ളം കുടിക്കണം തോന്നി. കിച്ചണിൽ പോയിട്ട് വെള്ളം കുടിച്ചു. ഉമ്മ പറഞ്ഞ് പോയിട്ട് നിസ്കരിക്കടാ. ഉമ്മ പറഞ്ഞല്ലേ, നല്ല ദേഷ്യം പിടിച്ചിട്ട് പോയിട്ട് കൊടുത്ത് നിസ്കാരമൊക്കെ ഒന്ന് നിസ്കരിച്ച് തറാവിക്കൊന്നും പോകില്ല, എനിക്ക് ടയർഡാ, ഞാൻ കിടക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ട് കിടന്നു. ഓക്കെ, ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. റൈറ്റ്, അവിടെ ഒറ്റക്കാണോ നീ കിടക്കല്? ആ ഓക്കെ, ഒറ്റക്ക് റൂമില്. അതവിടെ ബെഡ്. ഓക്കെ, അപ്പൊ ഒറ്റക്ക് റൂമിലാണ്. ഡോർ അടിച്ച് കുറ്റിയിടുവോ? ഇല്ല. ഓക്കെ, അപ്പോ ഇഷാന് പോയിട്ട് കിടന്നു. എല്ലാവരും തറാവിയൊക്കെ നിസ്കരിച്ച് ഉറങ്ങി. രാത്രി 11:30 ടൈം. ഓക്കെ, കറക്റ്റ് 11:30 ഇഷാന് ഉറങ്ങിയിട്ടുണ്ട്. പെട്ടെന്നൊന്ന് കണ്ണ് തുറന്നു. കണ്ണ് തുറന്ന ഉടനെ ഒരു വിളിയാണ്, ഇഷാൻ. ആ വിളിയോട് കൂടി ആള്, നമ്മൾ സ്റ്റാച്ചു എന്ന് പറഞ്ഞ ഗെയിം കളിക്കലില്ലേ, സ്റ്റാച്ചു എന്ന് പറയല്ലേ, അതുപോലെ കഴിഞ്ഞ് അവന്റെ റൂഹ് എടുത്ത് കഴിഞ്ഞു. റൂഹ് എടുക്കാറിന് കുറെ പരിപാടിയൊന്നുമില്ല, കലാപരിപാടിയൊന്നുമില്ല, എടുത്ത്. ഇഷാൻ ഈസ് നോ മോർ, ഫിനിഷ്, ഖത്തം അല്ലേ, മറികയാ. ഹാപ്പി ആയില്ലേ ഇഷാന്? ഹാപ്പി ആയില്ലേ? ഹാപ്പി അല്ലേ? ആ മരിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യം. നമ്മള് സ്വർഗത്ത് പോകാനല്ലേ, നരകത്ത് പോകണല്ലേ പേടിക്കണ്ടുള്ളൂ. നമ്മൾ ഹാപ്പി അല്ലേ? നമ്മളിപ്പോ പോകാൻ റെഡി. ഗൾഫിലൊക്കെ പോകാനല്ലേ, വലിയ ടൂർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുമ്പോൾ മറ്റന്നാൾ പോകേണ്ട ടൂറ് നാളെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി പോകാന്നാണ് നമുക്ക് ഹാപ്പി ആവുകയല്ലേ ചെയ്യാം. ഓക്കെ, പക്ഷേ അവനവിടെ മൈൻക്രാഫ്റ്റ് ഉണ്ടാവുക സ്വർഗത്തിൽ എന്നായിരിക്കും അവൻ ആലോചിക്കുന്നത് അല്ലെ. അങ്ങനെ അവസാനം ഇനി എന്താ നടക്കാൻ പോകുന്നത്, അവന്റെ വീട്ടിൽ എന്താ നടക്കാൻ പോകുന്നത്, അവന്റെ ബോഡിയിൽ എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് പറയാണ്. ഇമാജിനറി ആണ്, നിങ്ങൾ സീരിയസ് ആയി എടുക്കണ്ട, എന്നാൽ തമാശയായിട്ട് എടുത്തോ. എന്നാൽ അവിടെ ഇതിൽ കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കും വേണം. ഇഷാൻ മരിച്ചു, ഇസ് റിയൽ. അവന്റെ ഉമ്മ എപ്പോഴാ അറിയാം? ക്വസ്റ്റ്യൻ. ഹംദാന്? ഓന്റെ അമ്മ രാവിലെ ഒന്ന് ഓന്റെ റൂമിൽ പോയി നീച്ച് നോക്കുമ്പോ ഓനെ സ്കൂളിൽ രാവിലെ 11:30 മരിച്ചാല് 12:30, പിന്നെ 1:30, 2:30, 3:00 ആകുമ്പോഴത്തേന് ബോഡിയിൽ നിന്ന് ഇങ്ങനെ സ്മെല്ല് വരാൻ തുടങ്ങും. ചത്ത സ്മെല്ല്, എലി ചത്ത സ്മെല്ല് കിട്ടൂലേ? പട്ടി ചത്താലോ വലിയ എന്തെങ്കിലും ചത്താൽ എത്ര സ്മെല്ലുണ്ടോ, അതിനേക്കാളും ബാഡ് സ്മെല്ലാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പൊ അപ്പുറത്തെ റൂം അടിച്ച് കുറ്റിയിടൊന്നുമില്ലല്ലോ. അപ്പൊ അപ്പുറത്തെ റൂമിലേക്ക് ഇങ്ങനെ എന്താ ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നത് പറഞ്ഞിട്ട് പോയി നോക്കും. ഒന്നെങ്കിൽ സ്മെല്ല്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉമ്മ നേരത്തെ എണീറ്റിട്ട് 4:30 മണിക്ക് എണീറ്റിട്ട് നോമ്പ് നോൽക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് വിളിക്കുന്ന സീനൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഇഷാനെ. കുറച്ച് സങ്കടമുള്ള സീനാണ്, നല്ലൊന്ന് ആലോചിച്ച് നോക്ക്. ആ സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ റിയൽ ലൈഫിൽ അത് കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീൽ ആയിരിക്കും. റൈറ്റ്, പക്ഷേ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, അതിന്റെ ആധികാരികത എനിക്കറിയില്ല, ആ വിഷയത്തിൽ എനിക്ക് അറിവില്ല. ചില പണ്ഡിതന്മാർ പറയുന്നത് ആള് മരിച്ചു കഴിഞ്ഞ് ഖബറിലെത്തി 7 അടി പിന്നിടുന്നത് വരെ ഇഷാന്റെ ഉമ്മാനെയും അവിടെ അടുത്തുള്ളതൊക്കെ കാണാൻ പറ്റുമത്രേ. അതുകൊണ്ടാണ് ആളുകൾ മയ്യത്ത് കാണാൻ പോകുന്നതെന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. മേ ബി അത് ഡിപ്പെൻഡ്സ്. ആരും മരിച്ചവർ തിരിച്ചു വന്നാലേ നമ്മൾ ചോദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ആരും ഇതുവരെ ലോകത്ത് മരിച്ചവർ തിരിച്ചു വരാത്തടത്തോളം നമുക്ക് അതിനെ 100% ജെന്യൂൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ ഒരു സീൻ ഉണ്ടെങ്കിൽ ഇഷാൻ ആ ബെഡിന്റെ അടുത്ത് നിന്ന് ഇഷാന്റെ ബോഡി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പടച്ചോനെ, ഇതാരാ മരിച്ചെടുക്കുന്നത്, ഞാനല്ലേ ഇത് അല്ലെ എന്ന് ഇഷാന്റെ ബോഡി നോക്കി കിടക്കാണ്. അപ്പാണ് ഉമ്മ വന്നിട്ട് എന്താ വിളിക്കലടാ ചക്കരെ മുത്തേ വാവേ എന്താ വിളിക്കല്? ഇഷാനേന്ന് വിളിക്കോ? ഇഷാനെ തന്നെ വിളിക്കല്. അവിടെ ഇഷാനെ ആദ്യം വന്നിട്ട് നല്ലോണം എണീക്കടാ ഇഷാനെ, എണീക്കടാ. പിന്നെ ഉറക്കെ ചൂടായിട്ട് അടിയോ കുത്തോ ചവിട്ടോ ഓരോരുത്തർ അതൊക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ടും ആൾ എണീക്കില്ലെങ്കിൽ സംഗതി സീന് മാറി അല്ലെ. എന്തായി? നല്ല സീരിയസ് ആയി. വാപ്പനെ വിളിക്കണ്, വീട്ടിലുള്ള കാക്ക വരണ്, അമ്മ കരച്ചില്. ചിലന്മാര് ബോധം കെട്ടു പോകും. കാരണം ഉമ്മ മരിക്കണ മക്കൾക്ക് കാണാം, അത് ഈ ഭൂമിയിൽ എല്ലാവരും കാണേണ്ടി വരും. ഹലോ,
നിങ്ങളെ ഉമ്മ നിങ്ങളുടെ ഉപ്പ മരിക്കുന്നത് ഈ ഭൂമിയിൽ നിങ്ങൾ കാണേണ്ട ഒരു ദിവസം ഉണ്ടാവും. സത്യല്ലേ? നോ പറയാൻ പറ്റുമായിരിക്കലും പറ്റില്ല. കാരണം ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച എല്ലാവരുടെ ഉമ്മയും ബാപ്പയും മരിച്ചത് മക്കൾ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് നിങ്ങൾ മരിക്കണം. ഉറപ്പല്ലേ? അപ്പൊ ഇഷാനെ ആളെ മാറ്റണോ? നോ പറയാൻ പറ്റുമല്ലോ. ചെലപ്പോ നമ്മൾ അതിന്റെ മുന്നേ മരിച്ചാലോ? മരിച്ചാൽ കുഴപ്പമില്ല. അതാണ് ഇപ്പൊ എന്റെ സീന് പറയാം. അങ്ങനെ റയർ ആയിട്ട് ഞാൻ പറഞ്ഞ അദ്നാന്റെ സ്റ്റോറി പറഞ്ഞില്ലേ, റമദാൻ മാസം ബൈക്ക് എടുത്ത് പോയിട്ട് ആക്സിഡന്റ് ആയിട്ട് മരിച്ചേ അദ്നാൻ അല്ലെ? അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ തല്ലുണ്ടാക്കാൻ പോയിട്ട് കുട്ടികൾ അടിപിടി മരിക്കുന്നത് കണ്ടില്ലേ? പത്രത്തിൽ ന്യൂസ് കണ്ടില്ലേ? അടി 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 കിട്ടിയിട്ട് മരിച്ചവര് അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്ത് മരിക്കുന്ന, ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്ന മക്കൾ മരിക്കുന്ന എത്രയോ ഉണ്ട്, റൈറ്റ്? അതല്ല, പക്ഷെ നോർമലി പാരന്റ്സ് മരിക്കുന്ന മക്കൾ കാണണം. അങ്ങനെയാണ് ഈ ഭൂമിയിൽ എല്ലാ പാരന്റ്സും മരിക്കുന്ന ഒരു ഡേ വരാനുണ്ട് അല്ലെ? പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ ഇഷാൻ എന്ത് ചെയ്യാണ്? ഇഷാന് മരിക്കും. അപ്പൊ ഇഷാന്റെ ആ സീൻ ഇനി അവിടെ ആ റൂമിലേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സ് കൊണ്ടുപോവുക. ഉമ്മ എന്ത് ചെയ്യാണ്? ഇനി അടുത്ത എന്തൊക്കെയാണ്? പോലീസിൽ അറിയിക്കും, ചിലപ്പോൾ ആംബുലൻസിനെ വിളിക്കും, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ ഡോക്ടർ വീട്ടിൽ വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡെത്ത് സ്ഥിരീകരിക്കും. മഹല്ല് പ്രസിഡന്റിനെ വിളിച്ച് പറയും. ഇഷാന് പള്ളിയിൽ പോവാത്ത ഇഷാനായിരിക്കും അല്ലെ? പള്ളിയിൽ പോവാത്ത ഇഷാൻ എന്ത് ചെയ്യാണ്? അന്ന് പള്ളിയിലേക്ക് എടുക്കുകയാണ്. പോലുണ്ടാ? ഞാൻ എന്നും പോവും. ഏത് ആ മയ്യത്ത് നിസ്കരിക്കുന്ന പള്ളിയിലാണോ? മയ്യത്ത് അല്ല, മഹല്ല് പള്ളി വേറെ ആയിരിക്കും. അങ്ങോട്ടാ കൊണ്ടുപോവാ. അങ്ങോട്ട് നമ്മള് ജുമാക്ക് എവിടെ പോലെ? എവിടെ പോവാ? ജുമാക്ക് എവിടെ പോലെ? മയ്യത്തുള്ള പള്ളിയിലാ? ജുമാക്ക് അവിടെ അല്ല. ഖബർസ്ഥാനുള്ള പള്ളി എന്നതിന് പറയാം. ഖബർസ്ഥാൻ എന്ന് പറയാം. ഖബറുകൾ ഒരുപാടുള്ള കാട്ടില് ഖബർ അല്ലെ? കാടല്ലേ ഉണ്ടാകും നമുക്ക് സ്ഥലം. അപ്പൊ ആ ഖബർ, അപ്പൊ ഇതിനെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് പ്രസിഡന്റ് പറഞ്ഞത്, അല്ലാ കുഴി കുത്തിയില്ലല്ലോ അല്ലെ? കുഴി കുത്തിയിട്ടില്ല ഖബറിൽ, പള്ളിക്കാട്ടിൽ കുഴിയില്ല. എന്ത് ചെയ്യും? നാളെ രാവിലെ അടക്കണ്ടേ? ഉടനെ തന്നെ പള്ളി പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ വിളിച്ച് ഒരാള് രാത്രി പാതിരക്ക് ബൈക്കൊക്കെ എടുത്ത് മൺവെട്ടിയും പിക്കാസും ഒക്കെ എടുത്ത് വന്ന് രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ കുഴി കുത്താണ്. ഇന്ന് രാത്രിത്തെ കാര്യം പറയണേ അല്ലേ? ടു നൈറ്റ്. എന്നിട്ട് കുഴി കുത്തി. ആ കുഴി എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ വന്നിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവുക അല്ലെ? നേരെ കടത്താൻ കഴിയില്ല, ചെരിച്ചിട്ടാ കടത്തുക. ചെരിച്ച് കടത്തിയിട്ട് ഇഷാന് പ്രശ്നമാവോ? ആളെ മാറ്റണോ? നീ പറഞ്ഞാലിട്ടോ ആളെ മാറ്റണ. ഇപ്പൊ മാറ്റാ. ആരാ? ഹംദാനോ? ഹംദാൻ വി പി. ആരാണത്? ഹംദാൻ എന്നെ ആക്കണോ? അവനക്ക് പേടി പിടിക്കണേ. എന്നെ ആക്കണോ? അതെ വേറെ ആളെ ആക്കണോ ഇനി അങ്ങോട്ട്? നിന്നെ ആക്കാൻ നിനക്ക് പേടി ഉണ്ടാവുക? പേടി ഉണ്ടാവുക? ഇല്ല, പേടിയൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മള് ഇമാജിനറി സ്റ്റോറിയാണ്. അങ്ങനെ കണ്ടാൽ മതി, സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഞാൻ അവന്റെ ഫേസ് കണ്ടപ്പോ എനിക്ക് ആകെ ഒരു ബേജാറായ പോലെ തോന്നുന്നു. ഓക്കെ, ഹാപ്പി മൈൻഡിലല്ലേ? അപ്പൊ ഹാപ്പി മൈൻഡിൽ എടുത്താൽ മതി ഇത്. അപ്പോ ഇനി അടുത്ത സീൻ എന്താണ്? ഹംദാനിലേക്ക് സ്റ്റോറി മാറ്റിയിട്ട് ഹംദാന്റെ റൂം, ഹംദാന്റെ പാരന്റ്സ്, ഹംദാന്റെ വീട്, ഹംദാന്റെ നാട്ടിലെ പള്ളിക്കാട്. ഓക്കെ, ഒരു മയ്യത്ത് കട്ടിലാണ് സാധനം ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മയ്യത്തും കട്ടിൽ കണ്ടവര്? മയ്യത്തും കട്ടിലെന്നാ പറയാ. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല. അതിന് 6 കാലുണ്ടാവും. 1 2 3 4 5 6 ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 കാല്. എന്നിട്ട് അതിനൊരു അറ്റത്ത്, രണ്ടറ്റത്തും ഇങ്ങനെ വലിയ വടി ഉണ്ടാവും, ഇങ്ങനെ തോളിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. മയ്യത്ത് ആ കട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളെ വീട്ടിന്റെ മുമ്പിൽ വെക്കും. അപ്പോഴത്തേക്ക് അയൽവാസികളും എല്ലാവരും വരും. ഹംദാന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങും അല്ലെ? സ്കൂളിൽ നിന്ന്, നിന്റെ സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളെയും അറിയിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ പലരും പാരന്റ്സിന്റെ കൂടി എല്ലാവരും വീട്ടിലേക്ക് വന്ന് അപ്പോഴത്തേക്ക് ഹംദാനെ കുളിപ്പിക്കും അല്ലെ? ലാസ്റ്റ് ഒരു കുളിപ്പിക്കലുണ്ട് അല്ലെ? തലേന്ന് പോലും കുളിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അന്ന് അവനെ കുളിപ്പിക്കും അല്ലെ? ഉമ്മയായിരിക്കും അല്ലെ ഉപ്പയായിരിക്കും, ആരൊന്ന് കുളിപ്പിക്കും. നന്നായിട്ട് ഈ കുളി 2 കുളി നമുക്കുള്ള ആകെ മെയിൻ കുളി. ഒന്ന്, നമ്മൾ ജനിച്ചപ്പോ ഒരു കുളി നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ജനിച്ച സമയത്ത് ഏതോ ഒരാൾ നമ്മളെ കുളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ആരെ കുളിപ്പിച്ചു എനിക്കറിയില്ല. ലോകത്തെല്ലാ മനുഷ്യന്മാരും ഏതോ ഒരു നേഴ്സ് കുളിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഓർക്കണുണ്ടോ? ഒരു ദിവസം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് അങ്ങനത്തെ ഫസ്റ്റ് കുളി. പിന്നെ ഒരു കുളി എപ്പോഴാ? ഈ കുളി. അതിന്റെ അടുക്ക് നമ്മൾ കുറെ കുളിക്കും. അത്രയേ ഉള്ളൂ ജീവിതം. അവസാനത്തെ കുളി. ആ കുളി കഴിഞ്ഞിട്ട് വെള്ള വസ്ത്രം അല്ലെ? വൈറ്റ് ഡ്രസ്സ് ഇഷ്ടം. എത്ര പേര് വൈറ്റ് ഡ്രസ്സ് എടുക്കും അല്ലെ? ഈ പെരുന്നാൾക്ക് ഞാൻ വൈറ്റ് ഡ്രസ്സ് എടുക്കാന്ന് പറയാം. ആരെങ്കിലും വീട്ടിലാരും മരിച്ചിട്ടുണ്ടോന്ന് ചോദിക്കുക. ചിലര് അങ്ങനെ ഉണ്ടാവും അല്ലെ? ഫുൾ വൈറ്റ് എടുക്കുക അല്ലെ? അപ്പം
വൈറ്റ് ഡ്രസ്സ് നല്ല രസമാണ് അല്ലേ? വൈറ്റ് ഡ്രസ്സ്, പിന്നെ 3 തുണി, പിന്നെ അതിലുള്ള പിന്നെ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ പൂശി കഫൻ ചെയ്യും. കഫൻ ചെയ്യാറിനാ നമ്മൾ മൊത്തമായിട്ട് മൂടിക്കെട്ടും അല്ലെ? മൂക്കിലൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെവിയിലൊക്കെ പഞ്ഞിയൊക്കെ, ബ്ലഡ് ഒന്നും പുറത്ത് വരാതിരിക്കാനാണ്. ഓക്കെ. എന്നിട്ട് നമ്മളെ നിങ്ങളുടെ വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ കോലായിൽ കൊണ്ടുപോയിട്ട് ഒന്ന് കിടത്തും. എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ വന്ന് കാണാൻ. അപ്പം ഇഷാന് ഹംദാന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇഷാന് വന്ന് കാണും അല്ലെ? ക്ലാസ്സിൽ നിന്ന് അടി കൂടിയിട്ട് 2 ഇടി കിട്ടും, പിന്നെ തിരിച്ചു കൊടുക്കാൻ ബാക്കിയുള്ളൊക്കെ ഹംദാൻ അപ്പൊ പോയിട്ട് കൊടുക്കും അല്ലെ? മയത്തിനിട്ടിട്ട് കൊടുക്കുക. കൊടുത്ത തന്നെ അതൊന്നും കൊടുക്കൊന്നുമില്ല അല്ലെ? ഈ ഗീബത്ത് പറയുന്നതിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആരെ പറ്റിയാണോ നിങ്ങൾ ഗീബത്ത് പറയുന്നത്, അയാൾ മരിച്ചു കിടക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ ഇറച്ചി ഒരു ബ്ലേഡ് എടുത്ത് മുറിച്ചിട്ട് ആ പച്ചക്ക് ഇങ്ങനെ തിന്നോ, അതിന് ഈക്വലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ഒരാളെ നമ്മൾ കുറ്റം പറയാന്ന് പറഞ്ഞാൽ അതിനും നല്ല ആളെ കൊല്ലുകയാണ്. അയാളെ കൊന്ന അയാളെ ഇറച്ചി പച്ചക്ക് തിന്നുന്നതിന് സമമാണ് നിങ്ങൾ ഒരാളെ കുറ്റം പറയാൻ. ആ കുറ്റം പറയുന്നതിന്റെ ഗൗരവം എത്രയാണ്? ഒരാളെ ഇൻസൾട്ട് ചെയ്യുക, കളിയാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് ബർസഖി ജീവിതത്തിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നെ നമ്മളെ സെഷൻ എന്താണ്? മയ്യത്തിൻ കട്ടിൽ വന്നിട്ട് കുറെ ആളുകൾ കൂടിയിട്ട് നമ്മളെയും കൊണ്ട് നേരെ നടന്ന് എങ്ങോട്ട് പോകും? എവിടെ എത്തൂടാ ഹംദാനെ? മഹല്ല് പള്ളിയിലെത്തും. മഹല്ല് പള്ളിയിൽ ഇമാമ് നിസ്കരിക്കുന്നതിന്റെ തൊട്ട് ബാക്കിലായിട്ട് മയ്യത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കിടത്തും. മയ്യത്ത് നിസ്കരിച്ച ഒരു പള്ളിയിൽ പോയി മയ്യത്ത് നിസ്കരിച്ച ഒരു കൈവക്ക്. ആ ദുആ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞിരുന്നു മയ്യത്ത് നിസ്കാരത്തിലെ ദുആ എല്ലാവരും പഠിക്കണമെന്ന്, നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. നിങ്ങളെ ബാപ്പാക്കും ഉമ്മാക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഈ ഭൂമിയിൽ ജീവിക്കണ എല്ലാവരും എപ്പോഴും ആരാ മരിച്ചു പോകാന്ന് പറയത്തില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റും ഏറ്റവും നല്ല സമ്മാനവും ആ ദുആയാണ്. മയ്യത്ത് നിസ്കാരത്തിലെ ദുആയാണ്. പ്രത്യേകിച്ച് അത് അറിയാതെ നിങ്ങൾ വരരുത്, അത് നിങ്ങൾ പഠിക്കണം, എല്ലാവരും പഠിക്കണം. എന്നിട്ട് പിന്നെ ഇനിയാണ് ഇപ്പോഴൊക്കെ ചോദ്യം, ഇപ്പോ ഹംദാൻ എവിടെയാണ്? ഹംദാൻ മയ്യത്താണ്, ബട്ട് ഹംദാൻ എവിടെ? സോൾ എവിടെ? അള്ളാന്റെ അടുത്ത് ഇല്ലല്ല, അതാണ് പറഞ്ഞത്. നമ്മൾ ബർസഖി ജീവിതത്തിലേക്ക് ഹംദാൻ അവിടെ ഉണ്ടത്രേ. അതായത് ഖബറടക്കം കഴിഞ്ഞ് 7 അടി പിന്നിടുന്നത് വരെ എന്ന് ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഹംദാന് കാണാൻ പറ്റും അത്രേ ചില വിശ്വാസങ്ങൾ. അതിനൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനോ തർപ്പിച്ച് പറയാനോ ഇത്തരം കാര്യങ്ങൾ പറ്റില്ല. എന്നാലും പറയാം, ആ മയ്യത്ത് അവന്റെ അടുത്ത് ഹംദാൻ ഉണ്ട് അത്രേ, ഹംദാന് കാണാൻ പറ്റും അത്രേ എന്നൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. റൈറ്റ്. പക്ഷേ ഖബറിലേക്ക് ഹംദാനെ വെക്കുന്നുണ്ട്. ഖബറിൽ വെക്കൽ എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഒരു ശീലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇറക്കുക ചെയ്യുക, ബോഡി ഇറക്കി വെക്കും, ചരിച്ചിട്ടാണ് വെക്കുക. ഈ മുഖത്തുനിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്ലോത്ത് എടുത്ത് മാറ്റുന്നത്? മണ്ണിൽ ഇങ്ങനെ കുത്തി വെക്കും, പെട്ടെന്ന് മണ്ണാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാറുണ്ട്, പെട്ടെന്ന് മണ്ണായി പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെന്താ ഖബറിൽ എന്താ പിന്നെ സംഭവിക്കുക? ഖബറിന്റെ ഉള്ളില് ഖബറില് ഓല് ഖബർ അന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 3 അടി വെക്കുമ്പോ ഖബർ നമ്മൾ ഇറുക്കും. എന്താ ഞണ്ടോ? അല്ല, ആന. ഖബറിലല്ല ഇത് ബർസഖി ജീവിതമാണ്. ഈ ഖബറിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കല് ഖബറിന്റെ ഉള്ളിൽ അവിടെ മാന്തിയൊക്കെ കിട്ടുമോ? അപ്പൊ ഇഷാൻ ഒരു കാര്യം ചെയ്യും, അവന്റെ ഫ്രണ്ട് അല്ലേ, അന്ന് രാത്രി അവന്റെ കൂടെ ഖബറിന്റെ ഉള്ളിൽ കിടന്നു കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻ ചെയ്യലോ ഉരുക്കലൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണേലും ഒരു യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ കിടന്നു നോക്ക്. ഒരിക്കലും ഖബർ ഇറുക്കൊന്നുമില്ല, അതിന്റെ ഉള്ളിലല്ല ഇറുക്കലും പരിപാടിയൊന്നും. ഇപ്പൊ മനസ്സിലായോ? ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്യുക, ലൈറ്റ് ഒക്കെ ഇടുക അവന്റെ ഹംദാന്റെ ഖബറിന്റെ ഉള്ളില്. അതിന്റെ ഉള്ളിൽ സ്പേസ്, ആ മണ്ണ് വരൂലല്ലോ, അവിടെ സ്ലാബ് ഇട്ട ആ ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അവിടെ നല്ലൊരു ലൈറ്റ്, ട്യൂബ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ലൈവ് വീഡിയോ പുറത്തേക്ക് വെച്ചിട്ട് നീ ഇങ്ങനെ ഫുൾ ടൈം നോക്കിക്കോ. അവൻ 1 മാസം 2 മാസം അവിടെ ഒരു സീനും ഇല്ല, അവനവിടെ കടന്ന് മണ്ണാവുന്നത് കാണാൻ പറ്റും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. സീൻ എവിടെ നടക്കുന്നത്? അത് ബർസഖി ജീവിതം, അത് വേറെയാണ്. അത് മനസ്സിലായില്ലേ? ഓക്കെ, ജവഹർ പറയും. ഒരു മലക്ക് വന്നിട്ട് 3 ചോദ്യം ചോദിക്കും. അത് ഖബറിലാണോ? ഖബറിൽ എന്താ നടക്കാന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഖബറിൽ എന്ത് നടക്കും? ഖബറിൽ ആദ്യം നടക്കാൻ പോണത് ഒരു ബലൂണ് പോലെ വയറ് വീർക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതെല്ലാവരും അങ്ങനെ വയറിങ്ങനെ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് വയറിങ്ങനെ അങ്ങോട്ട് വീർക്കും, എന്നിട്ട് അത്
ബലൂൺ പൊട്ടുന്ന പോലെ വലിയ ശബ്ദത്തിൽ പൊട്ടിയിട്ട് വയറ്റിന്റെ ഉള്ളിലുള്ള കുടലും ചെറുകുടലും വൻകുടലും ഒക്കെ പുറത്തേക്ക് അങ്ങ് തെറിക്കും. അപ്പൊ തന്നെ പുഴുക്കൾ വന്ന് തിന്നാൻ തുടങ്ങും. നമ്മുടെ ശരീരം മൊത്തം പുഴു തിന്ന് 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 കണ്ണിന്റെ 2 ബോള് ഉള്ളോട്ടട് വീണു പോകും. മഹ്ഫൂസിന് വിഷമാവുണ്ടോ? എന്താ വിഷമാവുണ്ടോ? വിഷമാവുന്നൊരു 2 വിരലെടുക്കുക, ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോ. ഖബറിലൊന്നും കേൾക്കണ്ട, ഞാൻ കേൾക്കുന്നില്ലേ അല്ലെ. ഇതാണ് ഖബറിൽ സംഭവിക്കുക. സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. പിന്നെ അതിനാണ് സംഭവിക്കുക. പിന്നെ നമ്മുടെ ഈ ഇറച്ചി ഭാഗങ്ങളൊക്കെ പുഴു തിന്ന് മണ്ണിൽ ലയിച്ചു പോകും. എല്ലുകൾ അങ്ങനെ ബാക്കിയാവും. എല്ലുകൾ ഇങ്ങനെ കാലക്രമേണ എല്ലുകളും ഇല്ലാതെയാവും. മുടിയൊക്കെ കൊഴിഞ്ഞ് പല്ലും ഈ തലയോട്ടിയും മാത്രമേ ലാസ്റ്റ് ബാക്കി ഉണ്ടാവും. പിന്നെ കുറച്ച് വാരിയെല്ലും ഈ ബോൺസ് മാത്രമേ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുള്ളൂ. പുതിയ ഖബർ എടുക്കാൻ വേണ്ടി പഴയ ഖബറൊക്കെ മാന്തും അവിടെ എല്ല് പഴയ ആളുകളുടെ എല്ലാം കിട്ടുക. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറിങ് സെഷനൊക്കെ അല്ലേ, മൻ റബ്ബുക്ക അല്ലെ, നിന്റെ റബ്ബാരാണ്, നിങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെയൊക്കെ. അതൊന്നും ഖബറിന്റെ ഉള്ളിലെ സീനല്ല. അത് ബർസഖി ജീവിതത്തിൽ മറ്റൊരു ജീവിതത്തിൽ വിചാരണ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതും 100% പ്രൂവ്ഡ് അല്ല. കാരണം മരണശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പറഞ്ഞ സ്വഹീഹായ ഹദീസിലുള്ളതോ അല്ലെങ്കിൽ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതോ, മഹ്ശറുണ്ട് ഖുർആനിൽ പറഞ്ഞതാണ് അല്ലെ. അതുപോലെ തന്നെ പരലോക ജീവിതത്തില് നാളെ സ്വർഗവും നരകവും ഒക്കെ ഖുർആൻ പ്രൂവ്ഡ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ വിചാരണ തുടങ്ങുന്നത് മാലിക് യൗമിദ്ദീൻ എവിടെ വെച്ചിട്ടാണ്? വിചാരണ എവിടെ വെച്ചാ തുടങ്ങുക? മഹ്ശറയിലാണ്. 1-ാം ലോകം എവിടെ കിടക്കുന്നത്? മനുഷ്യന്റെ ആലമുൽ അർവാഹില്. 2-ാമത്തെ ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളില്. 3-ാമത്തത് ഈ ലോകം. 4-ാമത്തത് ഖബറിലുള്ള ഖബറിലുള്ള എന്ന് പറയുന്ന ബർസഖി ജീവിതം. ഇനി 5-ാം ലോകം എപ്പോഴാ തുടങ്ങുക? 5th വേൾഡ്. 5-ാമത്തെ ലോകം എന്ന് തുടങ്ങും? എല്ലാരും മരിച്ച് മഹ്ശറയില്. എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞാല് അതിന്റെ മുമ്പ് ഈ ലോകം അവസാനിക്കുന്നുണ്ട്. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞ ലോകത്തിനൊരു എൻഡ് ഓഫ് ദി ഡേ ഉണ്ട്, ലോകാവസാനം ഉണ്ട്. ലോകാവസാനത്തിൽ എന്തൊക്കെ നടക്കും? ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത്. എന്തൊക്കെയാ ലോകാവസാനത്തിൽ നടക്കുക? അറിയുന്നവരൊക്കെ പറ. ലോകം അവസാനിക്കുമ്പോ ആദ്യം എന്ത് നടക്കും, പിന്നെന്ത് നടക്കും, പിന്നെന്ത് നടക്കും? അയാൻ കൊറേ നമ്മൾ ഒരു ഒറ്റക്കണ്ണൻ പിശാച് വന്നിട്ട് ഇതല്ല. ഒറ്റക്കണ്ണൻ പിശാചൊന്നും വരുന്നില്ല, എന്തൊക്കെയോ അവിടെ പറയുന്നതാണ്. ലോകാവസാനം എത്ര മിനിറ്റ് ആയിരിക്കും, എത്ര മണിക്കൂറായിരിക്കും? 1 ഡേ ഉണ്ടോ? 1 വീക്ക് പരിപാടി ആയിരിക്കോ? 1 മന്ത് ആയിരിക്കോ? അത് പറ. എന്നിട്ട് പറയാം ഒറ്റക്കണ്ണൻ പിശാചൊക്കെ. 3 ദിവസം 56 മിനിറ്റ് 3 സെക്കൻഡ്. വായ തോന്നിയ വിളിച്ചു പറയല എല്ലാ കാര്യങ്ങള് കേട്ടാ. ലോകാവസാനത്തിനെ പറ്റി പറഞ്ഞത് ഒരു ഹദീസ് പറഞ്ഞ കയ്യിലുള്ള സാധനം തിന്നാൻ കഴിയില്ല. അതിന്റെ മുമ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? ഒരാൾ കയ്യില് ഒരു കടലമണി എടുത്തിട്ട് വായിലിടാൻ ഇങ്ങനെ നോക്കുമ്പോൾ ലോകം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞ്. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ലോകാവസാന സമയത്ത് വീഡിയോ എടുക്കാനൊക്കെ കഴിയോ? ഫോട്ടോ എടുത്തിട്ട് അല്ലെ? സൂറത്തുൽ ഖാരിയ അല്ലേ? അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. പാറ്റ പാറുന്നവര് മനുഷ്യന്മാരിങ്ങനെ പാറുന്നുണ്ടാവും കാറ്റടിച്ചിട്ട്. ഇതൊക്കെ പറയുമ്പോ ഇതൊന്നും ഒരുപാട് ടൈമുള്ള കാര്യമല്ല. അത് പെട്ടെന്നായിരിക്കും, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സെടപെട പരിപാടി നടക്കും. അതിൽ ആദ്യം നടക്കുന്നത് ഇദശംസു കുവ്വിറത്താണ്. സൂര്യനായിട്ട് ഓഫാക്കിയാണ്, ലൈറ്റ് ഓഫ്. പവർ കട്ടിലായിരിക്കും പരിപാടികളൊക്കെ അല്ലെ. അപ്പൊ ഡേ ടൈം ആയിരിക്കാണ് സാധ്യത, നൈറ്റ് ആയിരിക്കില്ല. സൂര്യനാണ് ഇവിടെ ഡേ നൈറ്റും ഇല്ലല്ലോ സൂര്യൻ എപ്പോഴും ഉണ്ടല്ലോ. സൂര്യൻ ഏതായാലും ഓഫാക്കിയിട്ടാണ് പരിപാടി. ഇദശംസു കുവ്വിറത്ത്. എന്താ? സൂര്യൻ ചുരുട്ടപ്പെടും. സൂര്യൻ ഓഫാക്കിയുള്ള പ്രശ്നം എന്താന്ന് സയൻസ് പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. ലൈറ്റ് ഓഫാക്കിയ എന്താ പ്രശ്നം എന്നുള്ളത്? സയൻസ് എല്ലാവരും പഠിച്ചതാണ്. പക്ഷെ സൂര്യന്റെ ലൈറ്റ് ഇല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോണത്? ആദ്യേ റിസ്വാനൊക്കെ ബെഡ് കിടന്നിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ കിടന്നിട്ടാ ക്ലാസ് കേൾക്കുന്നത്, എണീറ്റിരിക്കുന്നത്. സൂം യൂസർ പറയൂ. നീ തന്നെ ബ്ലാക്ക് ഷർട്ട് സൂം യൂസർ. എടാ നിനക്ക് നിന്റെ പേര് എനിക്കറിയില്ല. നീ ബ്ലാക്ക് ഷർട്ട് ആണ് ഇട്ടത്, നിന്റെ പേര് സൂം യൂസർ ആണ്. നീ പറ. എന്തെയ്യുന്നു? തീരെ വെളിച്ചുണ്ടാവില്ല. അല്ല വെളിച്ചുണ്ടാവില്ല, സൂര്യൻ പോയാൽ വെളിച്ചുണ്ടാവില്ല. ഇസ് ഓക്കെ. നൈറ്റ് ആയി മാറും, ഡേ നൈറ്റ്. ഉച്ചക്ക് 2 മണിക്കാണ്
ഒരു ഉച്ചക്ക് 2 o'clock ഖിയാമത്ത് വിചാരിക്കുക. സപ്പോസ് ആ ടൈം 2 o'clock ലൈറ്റ് അങ്ങ് ഓഫ് ആയാൽ ഫുൾ നൈറ്റ് ആയി. നമ്മൾ ഡേ ഉച്ചക്ക് ഒരാള് പുറത്തിറങ്ങി നടക്കാൻ നിൽക്കുമ്പോൾ ലൈറ്റ് അങ്ങ് ഓഫ് ആവും ബസ് അല്ലേ, ഇത് ശംസു കുവ്വിറത്ത്. പക്ഷെ അതല്ല പ്രശ്നം. മെയിൻ പ്രശ്നം എന്താ അറിയോ? സൂര്യന്റെ വെളിച്ചം ഉണ്ടെങ്കിലേ ഭൂമിയിലുള്ള ചെടികൾക്ക് വളരാൻ സാധിക്കൂ, ഓക്സിജൻ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ സൂര്യനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഓക്സിജൻ ഇല്ലാതെ ആവും അല്ലെ, അതോടെ നമ്മൾ ഡെഡ് ആയില്ലേ. മാത്രമല്ല സൂര്യൻ മാത്രമല്ല മറ്റ് നക്ഷത്രങ്ങളും തകരും. ഭൂമി അതിശക്തിയായിട്ട് കുലുങ്ങുന്നു. ആ പറഞ്ഞോ. ഒരു മിനിറ്റ് സാറേ. അയ്യോ, എന്താണ് എന്റെ പ്രശ്നം പറയേ? ഒരു ഗെയിം ഓപ്പൺ ആയി, ഒന്ന് എക്സിറ്റ് അടിക്കട്ടെ. നീ ഗെയിം അതിന്റെ ഇടയിൽ പറയാൻ നിൽക്കുമ്പോൾ കറക്റ്റ് നരകവും പരലോകവും പിന്നെ ഈ ഖിയാമത്ത് നാളൊക്കെ പറിച്ചാടെ ഗെയിം കളിക്കാണ് അല്ലേ? വല്ലാത്തൊരു ഭ്രാന്ത് തന്നെയാണ്. ഓ പറ, നീ എന്റെ കാര്യം തന്നെ മറന്നുപോയാ? ചോദിക്കാനുള്ള കാര്യം മറന്നുപോയാ? വന്നു. ഞാൻ പറയാം. ഈ സൂര്യന് പോകുമ്പോ ഭൂമിന്റെ അടിയിൽ ലാവല്ലേ, അപ്പൊ അതെന്താ? അല്ലാലും നമുക്കൊന്നും അറിയില്ല. നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമ്മളെല്ലാരും അതോടെ ഡെഡ് ആവും. എല്ലാരും പറഞ്ഞാൽ ലോകത്തെല്ലാം മനുഷ്യർ ഒന്നും ഉണ്ടാവില്ല. എല്ലാ വമ്പന്മാരും എല്ലാരും ഇതിന്റെ നാട്, ഇതിന്റെ രാജ്യം, ഇതിന്റെ ലോകം, ഇന്റതാ. ഈ നല്ല രസകരമായിട്ടൊരു കവിത ഉണ്ട്. ഈ ജനിച്ച കുഞ്ഞുമക്കളെ കാണാൻ പോയിട്ടുണ്ടോ നിങ്ങൾ ഹോസ്പിറ്റലിൽ? അവരുടെ കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഈ ലോകം മുഴുവനും പിടിച്ചടക്കണം എന്നുള്ള ഒരു സ്വഭാവത്തിലാണ് അത്ര മനുഷ്യന്മാര് വരിക എന്നാണ്. ഈ ഇങ്ങനെ ശക്തിയായിട്ട് കരയുന്ന സമയത്ത് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കും. ലോകം മുഴുവനും പിടിച്ചടക്കണം അല്ലെ? കിട്ടിയാൽ മതിയാവോ മനുഷ്യന്? നിങ്ങൾക്ക് കിട്ടിയാൽ മതിയാവോ? എന്തെങ്കിലും കിട്ടിയാൽ മതിയാവോ എന്ന് പിന്നെയും വേണ്ടി വരൂലേ? കൂടുതൽ വേണ്ടേ? ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വാദിയാനി മിമ്മാൽ, സ്വർണത്തിന്റെ ഒരു മല ഒരാൾക്ക് കൊടുത്താൽ ഒന്നുകൂടിയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നതാണ്. എന്നുവെച്ചാൽ എത്ര കിട്ടിയാലും മടുക്കാത്ത ആർത്തിയുള്ള മനുഷ്യർ. ഞാനും നിങ്ങളൊക്കെ അങ്ങനെയാ. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. പിന്നെയും കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മരണത്തോടെ എന്താ സംഭവിക്കുക? മരിച്ച ആളുടെ കൈ നിങ്ങൾ നോക്കിയോ? പോയി. കൈ ഇങ്ങനെ തുറന്നിട്ടുണ്ടോ? പോയി. എല്ലാം പോയി അല്ലെ? ഇതുവരെ സമ്പാദിച്ച പൈസയും സമ്പത്തും എല്ലാം പോയി, ഒക്കെ നഷ്ടപ്പെട്ടു അല്ലെ? അവൻ എന്തൊക്കെ നേടിയോ, ഈ വേൾഡിൽ എന്തൊക്കെ നേടിയോ അതൊക്കെ പോയി. എന്നിട്ട് ഈ എൻഡ് ഓഫ് ദി വേൾഡ്, ലോകാവസാനം എന്ന് പറഞ്ഞ ഒരു സംഭവം ഹാപ്പൻ, അത് സംഭവിക്കും. അത് സംഭവിച്ച ശേഷമാണ് മഹ്ശർ. ഇനി മഹ്ശർ ഭൂമിയിൽ തന്നെയാണോ വേറെ ഏതെങ്കിലും പ്ലാനറ്റിലാണോ? ക്വസ്റ്റ്യൻ. ആൻസർ പറയൂ. ഈ ഭൂമിയിൽ തന്നെയാണോ അതോ മറ്റേതെങ്കിലും ലോകത്താണോ? ഹംദാന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഹംദാനും ഷാനൊന്നും രാത്രി ഉറങ്ങുമ്പോ ഞാൻ പറഞ്ഞ കഥ ആലോചിക്കരുത് കേട്ടാ. ഇന്ന് രാത്രി മരിക്കുന്നോ ഒന്നും ആലോചിക്കരുത് കേട്ടാ. അതാലോചിക്ക്, വേറെ എന്താ ആലോചിച്ച് കിടന്നോണ്ട് ഹാപ്പി ആയിട്ട്. എന്താ നീ പറഞ്ഞത്? ഈ പ്ലാനറ്റിലല്ലേ? ഈ പ്ലാനറ്റിലല്ല, വേറെ സ്ഥലത്തല്ല. അപ്പൊ പിന്നെ എവിടെയാ മഹ്ശറ? അല്ലാഹു ആലം. നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഞാൻ അതേ പറയാനുള്ളൂ, അല്ലാഹു ആലം. അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഓക്കെ, നമുക്കറിയില്ല. അതേതോ ലോകത്ത് അള്ളാഹ് സെറ്റ് ആക്കിക്കോളും. അതിനുള്ള ഫെസിലിറ്റി ഒക്കെ അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹ് കഴിവുള്ളവൻ അള്ളാഹ് ചെയ്തോളും. റൈറ്റ്? അതിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, കേരളത്തിലാക്കണം നമ്മൾക്കാർക്കും വാശി പിടിക്കാനൊന്നും പറ്റൂല. കേരളത്തിൽ ലോകത്തെല്ലാ മനുഷ്യന്മാരും കൊള്ളുവോ? ലോകത്തിന്റെ പല ഭാഗത്തുള്ള എത്ര മനുഷ്യർ, നമ്മൾ കാണാത്ത എത്ര ആളുകളുണ്ട് ലോകത്ത്, എത്ര മനുഷ്യന്മാർ കടന്നു മരിച്ചു പോയി. അവരെല്ലാവരും ഉണ്ട്. പണ്ടത്തെ ആൾക്കാർക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അത്രേ. ഒരു തെങ്ങിന്റെ ആയിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്ക്. ഒരു കോക്കനട്ട് ട്രീയുടെ അത്ര ഉള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ പിരമിഡ്സ് കണ്ടുണ്ട്, ഈജിപ്തിലൊക്കെ ഉള്ള എത്ര വലിയ കല്ലാണ്, എത്ര വലിയ കരുത്തുള്ള ആളുകളായിരിക്കണം പണ്ട് ജീവിച്ചിട്ടുണ്ടാവുക. നമുക്ക് അത്ര വലിയ ശക്തിയുള്ള വലിയ ആളുകൾ പണ്ട് കാലത്ത്. അന്നത്തെ ആൾക്കാർക്ക് ഈ പിന്നെ നൂഹ് നബിയുടെ അലൈഹിസ്സലാം വയസ്സൊക്കെ പറയുന്നത് എത്രയാ? 950 കൊല്ലം പ്രബോധനം ചെയ്ത കാലം തന്നെ, ദഅവ ചെയ്ത കാലം തന്നെ 950 വർഷങ്ങളാണ്. അപ്പൊ എത്ര വയസ്സുണ്ടാവും നൂഹ് നബിക്കൊക്കെ? അത്രയും വർഷങ്ങൾ പണ്ട് ഉള്ള ആളുകൾ ജീവിച്ചിരുന്നു. ഏതായാലും ഈ യൗമുൽ ഖിയാമ, മാലിക് യൗമുദ്ദീൻ എന്നുള്ള ദിവസം, അതല്ല മഹ്ശറ. മഹ്ശറ കഴിഞ്ഞിട്ടാണ് എന്ത്? മാലിക് യൗമുദ്ദീൻ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഏതൊക്കെ എത്ര വേൾഡ് കഴിഞ്ഞു? നമ്പർ 1 ആലമുൽ അർവാഹ്, നമ്പർ 2 ഉമ്മാന്റെ വയറ്റില്, നമ്പർ 3 ഇത്, നമ്പർ 4 ബർസഖി ജീവിതം. ബർസഖി ജീവിതത്തിലല്ലേ ബാപ്പന്റെ ബാപ്പൊക്കെ അവിടെ അല്ലേ?
അതോ ഓല് മഹ്ശറയിൽ നേരത്തെ എത്തിയോ? അവിടെ എത്തിയിട്ട് അവർ കാത്തിക്കാണോ? എല്ലാവരും വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ? അവരവരുടെ ലോകത്താണ്. ഇത് ഇനി രണ്ടാമത് പുനർജന്മം നടക്കുന്നത് മറ്റൊരു ലോകത്താണ്. ആ ലോകത്ത് വെച്ചിട്ട് ആ മഹ്ശറയിൽ വെച്ചിട്ടാണ്. ആ മഹ്ശറയിൽ ഉടനെ തന്നെ വിചാരണ തുടങ്ങോ? പെട്ടെന്ന് തുടങ്ങോ? അല്ലാഹു അതൊക്കെ പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ അള്ളാഹു ആലം. പക്ഷെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളുണ്ട്. മാലിക് യൗമിദ്ദീൻ, അന്നത്തെ ദിവസം എന്തൊക്കെയാണ് അന്ന് നടക്കുക എന്നുള്ളത്. അന്ന് ഈ സെൽഫി എടുക്കലൊക്കെ നടക്കുമോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ പേര് പറഞ്ഞ്, ഫുട്ബോളറോ ക്രിക്കറ്റ് കളിക്കാരനോ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫാനായിട്ട് വെക്കുന്ന ഒരാള്? ഷസാന്റെ ആരാ? ബെൻട്ടൻ ആയിരിക്കും ഷസാന്റെ. ആരാ? റൊണാൾഡോ? ആളെ മാറ്റിയോ? നാഗിയോ? അതാരടാ? എടാ ആനിമ ജീവിച്ച മനുഷ്യന്മാരുടെ കാര്യം പറയുമ്പോ ആനിമ, ആ ജീവനുള്ള ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ കാര്യമാണ് പറയാൻ പറഞ്ഞത്. ആനിമയൊന്നും നാഗിനൊന്നും ഇപ്പോ വിചാരിക്കണ്ട. നാഗിയൊന്നും മഹ്ശറയിൽ ഉണ്ടാവില്ല. മനുഷ്യന്മാരാണ് പിന്നെ എവിടെ ഉണ്ടാവുക? മഹ്ശറയിൽ ഉണ്ടാവുക. ഓക്കെ. അതിന്റെ ആരാടാ? ആരാ? മൈക്കിൾ ജാക്സണോ? അത് മരിച്ചുപോയില്ലേ? മരിച്ചുപോയി. ആ മൈക്കിൾ ജാക്സൺ മരിച്ചുപോയി കേട്ടോ. വേറെ ആയിരിക്കും? നിങ്ങൾക്ക് ആർക്കും മനുഷ്യന്മാരാരും ജീവിച്ചിരിക്കണ ആരും ഇഷ്ടമുള്ളത്? എന്താണ്? ഞാന് റൊണാൾഡോ തന്നെ. മഹ്ഫൂസ്, ഉമ്മാനിപ്പാന്. മാഷാ അല്ലാഹ്. അതൊരു നല്ലൊരു കാര്യമാണ്. അതൊരു നല്ലൊരു ഇതാണത്. കാരണം മഹ്ശറയിൽ ഇവരൊക്കെ റൊണാൾഡോനെ നോക്കി പോകുമ്പോ മഹ്ഫൂസിന്റെ ഉമ്മയുടെ ബാപ്പയുടെ എന്നാണ് നോക്കുക. ഇസ് എ പോസിറ്റീവ് തിങ്. ഓക്കെ. അയാനല്ലേ റൊണാൾഡോ അല്ലേ? അല്ല, ഇനി മൈക്കിൾ ജാക്സൺ നോക്കി പോകുമ്പോ ഉണ്ടാവും പിന്നെ മഹ്ഫൂസ് അവന്റെ ഉമ്മയും ബാപ്പയുടെ എന്നാണ് നോക്കണേ. അയാന്റെ പരിപാടി ഞാൻ സെൽഫി എടുക്കാൻ വേണം. ഫോണൊക്കെ ഇട്ടോ എന്നുള്ള അടിച്ചവനറിയാം. ഫോണൊന്നും അവിടെ ഉണ്ടാവില്ല. റൈറ്റ്. പക്ഷെ അവിടെ ആരും മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് അടുത്ത സീൻ, അടുത്ത പ്രശ്നം. മഹ്ശറ അതെന്താന്നുള്ളതൊക്കെ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ആരും മൈൻഡ് ചെയ്യില്ല. നിങ്ങൾ എന്നെ കണ്ടാൽ തന്നെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഞാനൊരു വൈക്ക് പോകും, നമ്മളാരും മൈൻഡ് ചെയ്യില്ല. ആരും മൈൻഡ് ചെയ്യില്ല. എല്ലാവരും വളരെ പേടിച്ചിട്ടും അവനവന്റെ കാര്യത്തിൽ. രണ്ട് ടീമാണ് അവിടെ ഉണ്ടാവുക. ഒന്ന് ഹാപ്പി ഫേസ് ആയിട്ടുള്ളവര്, രണ്ടാമത്തേത് പേടിച്ചിട്ടുള്ളവരും ഹാപ്പി ആയിട്ടുള്ളവരും. രണ്ട് മുഖങ്ങളാണ് അവിടെ ഉണ്ടാവുക, രണ്ട് ടീം. അതിൽ തന്നെ അർഷിന്റെ തണലിനെ പറ്റി പറയുന്നുണ്ട്. ചിലർ നിൽക്കുന്ന ഭാഗത്ത് നല്ല തണലും ഹാപ്പി ആയിട്ടുള്ള നല്ല സ്ഥലം, ചിലയിടത്ത് നല്ല ചൂടും ഉള്ള സ്ഥലമായിരിക്കും എന്നാണ് മഹ്ശറയെ പറ്റി പറയുന്നത്. അതാണ് ഈ യൗമുദ്ദീൻ എന്ന് പറയുന്ന, മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്ന ദിവസത്തെ പറ്റി ഇൻഷാ അല്ലാഹ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ ചെയ്യാം. അള്ളാഹുവെ ഞങ്ങൾക്ക് ശരിയായ അറിവ്, നാഫിയായ ഇൽമ് നൽകണേ അള്ളാഹ്. അള്ളാഹുവെ ഈ ലോകം അവസാനിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവൻ അവസാനിക്കുമ്പോൾ, റൂഹ് പിരിയുന്നതിന്റെ മുമ്പ് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ച് മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അള്ളാഹുവെ നല്ല മനസ്സ് നൽകണേ അള്ളാഹ്, നല്ല വിശ്വാസം നൽകണേ അള്ളാഹ്, കർമ്മങ്ങൾ നന്നാക്കി തരണേ അള്ളാഹ്, നന്നായിട്ട് ഇബാദത്ത് ചെയ്യാൻ, നല്ല നിയത്തോടെ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.